നമസ്കാരം. ക്രിക്കറ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മൂന്നാം T20 മത്സരം ഇന്നലെ നടക്കുകയുണ്ടായി. ആ മത്സരത്തിൻ്റെ സമ്പൂർണ്ണ വിവരമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. 219-6 എന്ന സ്കോറാണ് നിശ്ചിത 20 ഓവറിൽ ഇന്ത്യ നേടിയത്. അതൊരു ബാറ്റിംഗ് ട്രാക്കാണ് എന്നതും കൂടി നമ്മൾ ആലോചിക്കണം. മറുപടി ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിങ്സ് 208 അവസാനിക്കുകയായിരുന്നു. 11 റൺസിൻ്റെ ഒരു കംഫർട്ടബിൾ വിക്ടറി ഇന്ത്യ അവിടെ നേടിയെടുക്കുന്നു. ഇതോടെ പരമ്പരയിൽ 2-1 മുന്നിലെത്താനും ടീം ഇന്ത്യക്ക് സാധിച്ചു. പരമ്പര കൈവിടില്ല എന്നത് ഇന്ത്യക്ക് ഇനി ഉറപ്പിക്കാം. നമുക്ക് മത്സരത്തിലെ കണക്കുകളിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ എടുത്തു പറയേണ്ടത് തിലക് വർമ്മ തന്നെയാണ്. 107 റൺസാണ് അദ്ദേഹം നേടിയത്. 56 പന്തിൽ 107 റൺസ് നേടി. അതിൽ 8 4-ഉം 7 6-ഉം ഉണ്ട്. 191 പ്രഹരശേഷിയിലാണ് അദ്ദേഹം 107 റൺസ് എടുത്ത് പുറത്താവാതിരുന്നത്. ബാക്കി ബാറ്റ്സ്മാൻമാരിലോട്ട് വരികയാണെങ്കിൽ സഞ്ജു സാംസൺ കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ മാർക്കോ ജാൻസന്റെ പന്തിൽ ക്ലീൻ ബൗൾഡായിരുന്നു. അക്കൗണ്ട് തുറക്കാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല. അഭിഷേക് ശർമ്മ ടൂർണമെന്റിൽ ഈ സീരീസിൽ ആദ്യമായി മികച്ച ഫോമിൽ വന്നു. 50 റൺ അദ്ദേഹം 25 പന്തിൽ നിന്നു. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ തന്നെയാണ് അദ്ദേഹം ബാറ്റ് വീശിയത്. 5 സിക്സുകൾ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും ഈ സീരീസിലെ പോലെ തന്നെ തിളങ്ങാൻ സാധിച്ചില്ല. 1 റൺസാണ് അദ്ദേഹം നേടിയത്. ഹാർദിക് പാണ്ഡ്യയും ബാറ്റിങ്ങിൽ ശോഭിക്കാനായില്ല. 18 റൺസ് എടുത്ത് അദ്ദേഹവും മടങ്ങി. റിങ്കു സിംഗും അതേ ടൂർണമെൻറ്റിൽ ഈ സീരീസിൽ ഇതുവരെയായിട്ട് റിങ്കു സിംഗിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വെട്ടിക്കെട്ട് ഇന്നിങ്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള 8 റൺസ് എടുത്ത് അദ്ദേഹം പോയി. പിന്നെ വന്നത് രമൺദീപ് സിംഗ് ആണ്, ഡെബ്യൂട്ടൻ 15 റൺസ് അദ്ദേഹം എടുത്തു. നേരിട്ട ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം 6 നേടുകയും ചെയ്തു. അങ്ങനെ നിശ്ചിത 20 ഓവർ 219 റൺസാണ് ഇന്ത്യ നേടിയത്. സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് നോക്കുകയാണെങ്കിൽ ജാൻസൺ അവിടെയും മികച്ചു നിന്നു. 4 ഓവറിൽ 28 വഴങ്ങി സഞ്ജുവിൻ്റെ വിക്കറ്റ് അദ്ദേഹം നേടി. ബാക്കി ആർക്കും കാര്യമായി മികച്ച രീതിയിൽ ബോൾ എറിയാൻ സാധിച്ചില്ല. ബാക്കി എല്ലാവരും എക്സ്പെൻസീവായിരുന്നു. സിമിലാനയും കേശവ് മഹാരാജും ഈ 2 വിക്കറ്റ് വീതം നേടുകയും ചെയ്തു. ഇതാണ് ഇന്ത്യയുടെ ബാറ്റിംഗ്. നമുക്ക് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് സ്കോർ കാർഡിലോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ റിക്കിൾട്ടനും ഹെൻഡ്രിക്സുമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്തത്. ഇരുവരും 20-21 രീതിയിൽ തന്നെ സ്കോർ ചെയ്ത് പുറത്തായി. തൊട്ടുപുറകെ ഈഡൻ മാർക്രം വന്നു. ഈ സീരീസിലെ തൻ്റെ ഹൈ സ്കോറായി 29 റൺസ് അദ്ദേഹം കുറിച്ചു. കഴിഞ്ഞ കളിയിലെ സ്റ്റാർ ബാറ്റർ ട്രിസ്റ്റൻ സ്ട്രബ്സിന് കാര്യമായി തിളങ്ങാൻ സാധിച്ചില്ല. 12 പന്തിൽ 12 റൺസ് എടുത്ത് അദ്ദേഹവും പുറത്തായി. തൊട്ടുപുറകെ ഹെൻഡ്രിക് ക്ലാസ് വന്നു. അദ്ദേഹത്തിൻ്റെ സുരക്ഷിതമായ ശൈലിയിൽ തന്നെ അദ്ദേഹം ബാറ്റ് വീശി. 22 പന്തിൽ നിന്ന് അദ്ദേഹം 41 റൺസ് അടിച്ചു. 6 സിക്സറുകളും അദ്ദേഹം അതിൽ നേടി. മില്ലർക്കും കാര്യമായി ചെയ്യാൻ സാധിച്ചില്ല. മാർക്കോ ജാൻസൺ അടുത്ത IPL 2 ആഴ്ച കഴിഞ്ഞാൽ IPL താരലേലമാണ്. അടുത്ത താരലേലത്തിൽ വലിയൊരു പൈസ അദ്ദേഹത്തിന് ലക്ഷ്യമിടാം. കാരണം മാർക്കോ ജാൻസൺ 17 പന്തിൽ 54 റൺസ് എടുത്തു. ബോളിങ്ങിലും മികച്ചു നിന്നു, ബാറ്റിങ്ങിലും മികച്ചു നിന്നു. നല്ലൊരു ഓൾറൗണ്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന് IPL ഈ പ്രകടനം കൊണ്ട് ഗുണം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കളിയിലോട്ട് വരികയാണെങ്കിൽ 17 പന്തിൽ 54 റൺസ് എടുത്തു. 5 6-ഉം 4 4-ഉം 317 എന്ന മാരകമായ പ്രഹരശേഷിയിലാണ് അദ്ദേഹം ബാറ്റ് വീശിയത്. ഇന്ത്യയുടെ ബോളിങ്ങിലോട്ട് വരികയാണെങ്കിൽ അർഷദീപ് സിംഗ് 4 ഓവറിൽ 37 3 വിക്കറ്റ് എടുത്തു. നല്ലൊരു കംബാക്കാണ് കഴിഞ്ഞ മത്സരത്തിൽ നിന്നും അർഷദീപ് ഈ മത്സരത്തിൽ കാണിച്ചത്. ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ഓരോ വിക്കറ്റ് വീതം നേടി. പക്ഷേ ഹാർദിക് പാണ്ഡ്യ എക്സ്പെൻസീവായിരുന്നു. 12.5 എന്ന എക്കണോമിയിലാണ് ഹാർദിക് ബോൾ എറിഞ്ഞത്. വരുൺ ചക്രവർത്തിയും എക്സ്പെൻസീവായി 13.5 എന്ന എക്കണോമിയിലാണെങ്കിൽ അദ്ദേഹത്തിന് 2 വിക്കറ്റ് വീഴ്ത്താൻ സാധിച്ചു. ബിഷ്ണോയ്ക്ക് വിക്കറ്റ് നേടാൻ സാധിച്ചില്ല. 4 ഓവർ 31 റൺസാണ് ബിഷ്ണോയി വഴങ്ങിയത്. മത്സരത്തിൽ ഇന്ത്യ 11 റൺസിൻ്റെ കംഫർട്ടബിൾ ജയം നേടി പരമ്പരയിൽ 2-1 മുന്നിട്ട് നിൽക്കുന്നു. ഈ പരമ്പരയിലെ മറ്റു വാർത്തകൾക്കും ക്രിക്കറ്റ് ലോകത്തെ മറ്റു വാർത്തകൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.